നമ്മളൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ്. നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു മോള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പൊ M5 മോൾ എന്നാണ് അതിന്റെ പേര്. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകള്, അതായത് ജമ്മുവിന്റെ അച്ഛനൊക്കെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് അവര് കയറി കണ്ടായിരുന്നു. നമ്മളെപ്പോഴും കാണാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ വിഷമത്തിൽ ഒരാൾ കുറെ നാളെ ഇവിടെ പറയണ എന്നെ ആ സമയത്ത് ഞാന് 8 months 9 months ആ സമയമായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്ന സമയം. അപ്പൊ എന്നെ എങ്ങോട്ടും കൂട്ടിട്ട് പോകണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നാൾക്ക് ശേഷം എനിക്ക് സൗകര്യം തരില്ല. അപ്പൊ ഇന്ന് എന്തായാലും മോളിക്ക് പോകുന്നത്. എനിക്ക് പൊതുവെ മോളിലധികം താല്പര്യമുള്ള സ്ഥലമല്ല. ഈ പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാപം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അപ്പൊ കിക്കോ ആദ്യമായിട്ട് പോകുന്ന ഷോപ്പിംഗ് മോൾ എന്ന പേരിൽ M5 മോൾ അറിയപ്പെടുന്നതായിരിക്കും. അതെ, അപ്പൊ അതും കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പോവാം. അതെ, ഞങ്ങള് റെഡിയായി, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു, ചേട്ടനും റെഡിയായി, നമ്മുടെ മാപ്പും റെഡിയായി. നമ്മുടെ തൊട്ടടുത്താണെങ്കിലും നമുക്ക് സർവീസ് റോഡ് എവിടെയാണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് സാറ് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടെന്ന് പറയുമ്പോഴേ മറ്റേ മല്ലൂട്ടാവുള്ളത് ഞങ്ങള് റൈഡിങ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളത് പുറപ്പെടുകയും സീറ്റ് ബെൽറ്റ് ഒക്കെ ഞങ്ങളിതാ പുറപ്പെടുകയായി. നമ്മള് തൊട്ടടുത്തായത് കാരണം കിക്കുവാവനെ കാർ സീറ്റിലൊന്നും ഇരുത്തണില്ല കേട്ടോ. കാർ സീറ്റൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ എന്തായാലും ഇരുത്തണില്ല. കുറച്ച് 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. നമ്മൾ മെല്ലെ പോവാന്ന് വിചാരിച്ചു. ഓക്കെ, മോളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒട്ടുക്കത്തെ തിരക്കാണെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചേട്ടൻ മോളിൽ കാറ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ഒരു എന്താ പറയുക, ഈ സാധനത്തിൽ കയറ്റാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ആകെ ടെൻഷനായിട്ടോ. അപ്പോൾ അതപ്പോൾ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തതാണ് എങ്ങനെയാണ് ചേട്ടൻ കാറ് കയറ്റണത്. അപ്പോൾ നിങ്ങൾക്കും ഇതേമാതിരി കാറ് ഒരു മോളിനകത്ത് പോയിട്ട് പാർക്ക് ചെയ്യാനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തി. കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തപ്പോഴും കിക്കുക ഭയങ്കര സൈലൻ്റ് ആയിട്ട് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയുള്ള പല വമ്പൻ കടകളും നമ്മളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് നമുക്കതൊന്നും ഒരു പുതുമയല്ല. പക്ഷേ ഇങ്ങനൊരു മോൾ സെറ്റപ്പിൽ ഉള്ള ഒരു ബിൽഡിംഗ് എന്നുള്ളതാണ് നമുക്ക് പുതുമ. അതേപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊന്നും നമുക്ക് റോഡ് സൈഡിലുള്ള ഇങ്ങനത്തെ ഷോപ്പിൽ കാണുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ സപ്ന ബുക്ക് ഹൗസ് കണ്ടപ്പോൾ അതിനകത്ത് കയറി. കിക്കിവാവയ്ക്ക് ഒരു ക്ലോത്ത് ബുക്കും പിന്നെ ഒരു കവറും കൂടെ വാങ്ങിച്ചു കേട്ടോ. പൊതുവേ കിക്കിക്ക് ഈ വായിലിടാൻ പറ്റുന്ന ടോയ്സൊക്കെയാണ് ഇഷ്ടം. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, പക്ഷേ എങ്കിൽ നമ്മൾ എപ്പോൾ വരും എന്നുള്ളത് കണ്ടറിയണം. ലോഗൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തിയേറ്ററിൽ വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. ഞാൻ എന്നല്ല, ഞങ്ങള്. നീ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു. അപ്പോൾ സിനിമ തിയേറ്ററോട് നമ്മൾ ബൈ പറയാണ്. നമുക്കൊരിക്കലും ഈ അടുത്ത കാലത്തൊന്നും സിനിമ കാണാൻ പറ്റില്ല. രഹസ്യമായിട്ടുള്ള മസാജിങ് ചെയർ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് മസാജ് ചെയ്യാന്നാണ് ചേട്ടൻ പറയണത്. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ഒച്ചയുമ്പോഴാണ് ഫുള്ള് എന്താ പറയാ ഗെയിംസും സംഭവങ്ങളൊക്കെ. ഇനി തൊട്ടിട്ട് കിക്കിവാവ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിപ്പിച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ എന്ന് തോന്നുന്നു. അത് കാരണം അവളെ ഇപ്പൊ തന്നെ എല്ലാം കാണിച്ചു കൊടുക്കണം. ചേട്ടാ, നിനക്ക് കളിക്കാൻ തോന്നുന്നുണ്ടാ? തോന്നുന്നുണ്ട്. ഇവിടെ വലുതായിട്ട് വേണം വന്ന് കളിക്കാൻ. ഹലോ, ഹായ്. ഒരു ഹായ് പറ. ഇവിടെ എന്തൊക്കെ ഗെയിംസാ ഉള്ളത്? അച്ഛനൊന്നും കേൾക്കണേ ഇല്ല, വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. എന്തൊക്കെ ഗെയിംസാ കളിക്കണത് നോക്ക് ചേട്ടന്മാര് ചേച്ചിമാര്. പലപ്പോഴും കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതേ അവിടെ നോക്ക്.
അത് കണ്ടിട്ടില്ലേ, കളിപ്പിക്കുന്ന സാധനം. ആരും അത് വാങ്ങിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വലിയ കാര്യത്തിൽ ലുലു ഡെയിലിയിൽ കുറച്ച് വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് ഇവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ആണെന്ന്. അതോടുകൂടി ഞങ്ങൾ ആ സംഭവങ്ങൾ അവസാനിപ്പിച്ചു കേട്ടോ. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു. ഇവള് നല്ലോണം കോപ്പറേറ്റ് ചെയ്തു. എൻ്റെ കുഞ്ഞുക്കിളി എല്ലാം നോക്കി കണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പതേ ചെരുപ്പഴിക്കാനുള്ള ശ്രമത്തിലാണ്. അതെ, കുറെ നേരം സർക്കസ് കളിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇപ്പോ M5 മോഡല് കൊണ്ടുപോയില്ല എന്നുള്ള പരാതി തീർന്നില്ലേ? ഇനി വേറെ വല്ല സ്ഥലങ്ങളുണ്ടോ? ഓ, ഞാൻ പെട്ടെന്ന് ചോദിച്ചേ മൈസൂർ പാലസ് പറയുന്ന ചോദിച്ചു. കാരണം മൈസൂർ പാലസ് ഇതുപോലെ കൊല്ലങ്ങളായിട്ട് എന്നോട് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പണ്ട് പോയിട്ടുള്ള എനിക്ക് അത്ര ചൂടില്ല, അതവരെ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. അതുണ്ട്, പക്ഷെ മൈസൂർ പാലസിനെക്കാട്ടിലും അടുത്തുള്ള സ്ഥലമാണ് ഇഷാ യോഗ സെന്റർ. ഇപ്പൊ മൈസൂർ പാലസും കൊണ്ടുപോകാം, ഡോണ്ട് വറി. മൈസൂർ പാലസ്, ഇഷാ യോഗ സെന്റർ, ഐക്യ ലിസ്റ്റസ് അവനിപ്പോ കൊണ്ടുപോയി രസമായിരിക്കും. പണ്ട് ജിംഷയുടെ അച്ഛനമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, ഇവളുടെ പ്രായമുള്ള സമയത്ത് എന്നെ മൈസൂർ പാലസിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അത് പിന്നെ കൊണ്ടുപോയിട്ടില്ല. അതും പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് മൈസൂർ പാലസിൽ കൊണ്ടുപോകാൻ. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ പോണ്ട, എനിക്ക് ചൂടില്ല. അവനും കൊണ്ടുപോകാം. കിക്കുവായുടെ ചരിത്രം ആവർത്തിക്കുന്നു, എന്നിട്ട് പിന്നെ ഫ്യൂച്ചറിൽ പറയും മൈസൂർ പാലസിൽ പോയിട്ടുണ്ടെന്ന്. അത് കാരണം ഇവള് വലുതായിട്ട് മൈസൂർ പാലസിൽ പോയാൽ മതി. നമുക്കിപ്പോ ഈ ഐക്യയിലും ഇഷാ യോഗ സെന്ററിലും അടുത്ത ആഴ്ച പോകണം. അപ്പൊ ഷോപ്പിംഗ് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ആംബിയൻസ്. നമുക്ക് ഷോപ്പിംഗ് മോളിൽ അതേ ആംബിയൻസ് തന്നെ. പിന്നെ നമ്മുടെ നാട്ടിലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചക്കപ്പരിയും കായ്പരിയൊക്കെ കണ്ടു. പിന്നെ ഈന്തപ്പഴത്തിന്റെ എന്താ പറയല്ലേ, വെറൈറ്റീസ്. ദുബായിൽ പോയപ്പോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു മാർക്കറ്റിൽ ഇങ്ങനെ പല ടൈപ്പ് ഈന്തപ്പഴം. ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഈന്തപ്പഴല്ലേ കടയിൽ വാങ്ങിക്കാൻ കിട്ടുള്ളൂ നമ്മുടെ ഇവിടെ. ഒന്നല്ല, എന്നാലും 2-3 കിട്ടും. പക്ഷെ ഇവിടെ ഡ്രൈ ഡേറ്റ്സ് ഒക്കെ കിട്ടും. അതും ബ്ലാക്ക്, വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. കുഴപ്പമില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. തിയേറ്റർ ഉണ്ട് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിൽ, തിയേറ്റർ ഇല്ല വേറെ. അപ്പൊ അതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു സംഭവം. അപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.